വിഷു ലാലേട്ടൻ തൂക്കിയോ? സോഷ്യൽ മീഡിയ മുഴുവനുള്ള സംശയങ്ങൾ അതാണ്. വിഷുവിന് ലാലേട്ടൻ ഒരു പടം പോലും ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയ 2 സിനിമകളാണ്, പള്ളിച്ചട്ടമ്പി, ഒരു ദുരൂഹ സാഹചര്യത്തിൽ. പിന്നെ എങ്ങനെ ലാലേട്ടൻ തൂക്കി? അവിടെയാണ് ചോദ്യം. വിഷുക്കാലമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ന്യൂസ് ചാനൽസിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഗസ്റ്റുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ചിലരെ വിഷുവിന് വേണ്ടിയിട്ട് സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ പല ന്യൂസ് ചാനൽസും വിളിച്ച ഒരു വ്യക്തിയായിരുന്നു ലാലേട്ടൻ. മോഹൻലാലിനെ വിളിക്കുന്നു, ലാലേട്ടൻ വിഷ് പറയുകയാണ്. പക്ഷേ ലാലേട്ടൻ്റെ വിഷുകളിൽ എന്തോ പന്തികേടില്ലേ എന്നുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയായിരുന്നു. ലാലേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ഇതൊക്കെയാണോ പറയേണ്ടതെന്ന് ചോദിച്ചാൽ അറിയില്ല. അവിടെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചൊരു ചോദ്യം, ദൃശ്യവും 3യും പേട്രിയോട്ടും ഒക്കെ വരികയാണ്, എന്താണ് ലാലേട്ടൻ്റെ പ്രതീക്ഷ? അപ്പോൾ ലാലേട്ടൻ്റെ മറുപടി ഒരു പ്രതീക്ഷയില്ല, അത് വന്നു ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എന്തോ പന്തികേടുണ്ട്, എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. വേറൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്, ഒരു ദുരൂഹ സാഹചര്യത്തിൽ നിന്ന് സിനിമ റിലീസാവുകയാണ്, എന്താണെന്ന് പറയാനുള്ളപ്പോൾ ലാലേട്ടൻ്റെ മറുപടി ഒരു ദുരൂഹ സാഹചര്യത്തിലല്ല, നല്ല സാഹചര്യത്തിൽ ഇത് കാണുക എന്നുള്ളതാണ്. എന്തായാലും ലാലേട്ടൻ്റെ ഈ മറുപടി സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഏറ്റെടുക്കുകയാണ്, വൈറലായി മാറുകയും ചെയ്തു. പലരും പല രീതിയിലുള്ള കഥകളാണ് പറയുന്നത്. ലാലേട്ടൻ വെള്ളം അടിച്ചിരിക്കുകയാണ്, വെള്ളം അടിച്ച് നിൽക്കുന്ന സമയത്താണ് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചത്. മാത്രമല്ല ലാലേട്ടൻ US-ലാണ്. അപ്പം ഇവിടെ രാവിലെ ആകുമ്പോൾ അവിടെ രാത്രിയാവും. അപ്പോൾ ലാലേട്ടൻ രാത്രി US-ൽ വെള്ളം അടിച്ച് ചില്ലിങ് ആണ് എന്നൊക്കെ പറയുന്നു. വെട്ടിക്കേറ്റി ഒഴിക്കട ആൻ്റണി ഒരു 90 എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഫൺ രീതിയിൽ മാത്രം എടുക്കൂ എന്നുള്ളതാണ് വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയ, മറ്റ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലൊക്കെ തന്നെ ഇത് കയറി അങ്ങ് വൈറലായി. ഏത് ലാലേട്ടൻ്റെ കഴിഞ്ഞ ദിവസം ഒരു കാര്യമാണ് വന്നത്. അതായത് അതിമനോഹരം എന്ന സിനിമയുടെ പോസ്റ്ററാണ് പുറത്തു വന്നത്. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തി. ഒരുപക്ഷെ തുടരും ശേഷം ഭയങ്കരമായി ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ദൃശ്യം 3-ക്കൊപ്പം തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു സിനിമയാണ് അതിമനോഹരം. ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിക്കുന്നത്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോസ്റ്ററാണ് പുറത്തു വിട്ടിരിക്കുന്നത്. ലാലേട്ടൻ വളരെ ഗ്രേസ്ഫുള്ളായിട്ട് കാണാം, ഷെയ്വ് ചെയ്തൊക്കെ നിൽക്കുന്ന ലാലേട്ടൻ്റെ ഫോട്ടോ, കൂട്ടത്തിൽ അതിമനോഹരം, അതിനകത്ത് എന്തോ ഒളിഞ്ഞു കിടപ്പില്ലേ എന്നൊരു ചോദ്യമൊക്കെ നിൽക്കുന്നുണ്ട്. ആ മനുവിൻ്റെ അവിടെ 3 പ്രാവൊക്കെ പറന്ന് നടക്കുന്നുണ്ട്, എന്തോ സംതിങ് ഫിഷി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ തുടരും അങ്ങനെ തന്നെയായിരുന്നല്ലോ, ഒരു ഫീൽ ഗുഡ് പടം എന്നൊക്കെ പറഞ്ഞ് ഇറക്കിക്കൊണ്ട് വന്നിട്ട് എന്നെ ഐറ്റം പടച്ചു വിട്ടതെന്ന് നമ്മൾ കണ്ടതാണ്. സോ അതിമനോഹരത്തിലും അതുപോലെ ഉണ്ടാവുമെന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടാവാം, അറിയില്ല. നമ്മൾ വലിയ എക്സ്പെക്ടേഷനോ ഹൈപ്പൊന്നും വെക്കാതെ ഹൈപ്പൊക്കെ ഡൗൺ ചെയ്ത് എന്നൊക്കെയാണ് പറയാനുള്ളത്. പക്ഷേ എന്നാൽ പോലും ലാലേട്ടൻ്റെ മേജർ റിലീസുകൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മൾ പേട്രിയോട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ May 1 വരാനിരിക്കുകയാണ്. ദൃശ്യം 3 May 21 ലാലേട്ടൻ്റെ പിറന്നാൾ ദിനത്തിലാണ് വരുന്നത്. സോ ബർത്ത്ഡേയുടെ അന്ന് പൊളിക്കാനുള്ള പരിപാടി ആയിരിക്കാം. അങ്ങനെ മേജർ പടങ്ങളൊക്കെ റിലീസ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് വിഷു തന്നെ ലാലേട്ടൻ തൂക്കുന്ന സാഹചര്യം. അതായത് ഒരു പടം പോലും റിലീസാവാതെ ലാലേട്ടൻ വിഷു തൂക്കിയടിച്ചോ എന്നുള്ള ചോദ്യങ്ങൾ. ഇന്നലെ ഫേസ്ബുക്കൊക്കെ തുറക്കുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ക്ലിപ്പിംഗ് ഒക്കെ അടിച്ചു വിട്ടിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. സോ എന്തായാലും അതൊരു ഫണ്ണായിട്ട് രീതിയിൽ തന്നെയാണ് എടുത്തതെന്ന് പറയേണ്ടി വരും. എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നതെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത 2 സിനിമകൾ, പള്ളിച്ചട്ടമ്പയ്ക്ക് മിക്സഡ് റെസ്പോൺസേ ഉള്ളൂ, ദുരൂഹ സാഹചര്യത്തിലും മിക്സഡ് റെസ്പോൺസ് തന്നെയാണ് നിൽക്കുന്നത്. ബട്ട് ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആ വാഴ 2-ൻ്റെയൊക്കെ റൺ ഇപ്പോഴും നന്നായിട്ട് പോകുന്നുണ്ട്. ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന ചിത്രത്തിൻ്റെ റണ്ണും ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. സോ ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്, അവർ സിനിമ കാണാൻ വേണ്ടി തയ്യാറാകുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനം തിയേറ്ററുകളിലും വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ലാലേട്ടനുമായി ബന്ധപ്പെട്ടുള്ള ട്രോളുകളൊക്കെ നല്ല രീതിയിൽ കിടന്ന് കറങ്ങി അടിക്കുന്നുണ്ട്. ലാലേട്ടൻ വെള്ളം അടിച്ചോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. വെള്ളം അടിച്ചിട്ട് മാധ്യമങ്ങളോട് എല്ലാവരോടും വന്ന് ആരൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടോ അവരോടൊക്കെ സംസാരിക്കുന്ന ലാലേട്ടനെയാണ് നമ്മൾ വിഷുവിൻ്റെ അന്ന് കണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ US-ലാണ്, നാട്ടിലേക്ക് ഉടനെ എത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ അതിമനോഹരത്തിൻ്റെ ഷെഡ്യൂൾ ബ്രേക്കും കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ US-ലേക്ക് പറഞ്ഞതാണോ എന്നുള്ള ആരാധകരുടെ ചോദ്യവും നിൽക്കുന്നുണ്ട്. എന്തായാലും വളരെ വൈറലായി നിൽക്കുകയായിരുന്നു ഈ ക്ലിപ്പുകളും ലാലേട്ടൻ്റെ ഡയലോഗുകളും മറുപടികളും വിഷു സ്പെഷ്യൽ വിഷസും ഒക്കെ തന്നെ. എന്തായാലും ഒരു പടം പോലും റിലീസ് ചെയ്യാതെ ലാലേട്ടൻ വിഷു തൂക്കുമെന്ന് ആളുകൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.